ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് രുചികരമായിട്ടുള്ള ഒരു ബീൻസ് തോരനാണ് കേട്ടോ. ബീൻസ് തോരനൊക്കെ എല്ലാ രീതിയിലുള്ള തോരനും നമ്മൾ മലയാളീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ തോരൻ വെക്കുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റിൽ, അതുപോലെ ഒരുപാട് പച്ചക്കറികളൊന്നും വെന്ത് പോകാതെ നല്ല ടേസ്റ്റിൽ വെക്കാൻ പറ്റുന്ന ബീൻസിൻ്റെ തോരനാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ബീൻസ് തോരൻ തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമുള്ള ചേരുവകൾ നോക്കിയാൽ നോക്കാം. ഇപ്പോൾ ഞാൻ 2 പാക്കറ്റ് ബീൻസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തോരത്തിന് അരിഞ്ഞെടുക്കുന്നില്ലേ, അതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്, അതൊരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി, 3 പച്ചമുളക്, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ജീരകമാണ്, അര ടീസ്പൂണ് ജീരകം, ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാക്കുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടായിരുന്നേ. അപ്പോൾ ഒരു 4 വറ്റൽമുളക് 4 കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്, പിന്നെ കറിവേപ്പില. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വാടുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ടാൽ മതിയാകും. അല്പം ഉപ്പ് ചേർത്ത് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ബീൻസിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും, നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീൻസൊക്കെ ഒരുവിധം വാടിയതിന് ശേഷം മാത്രം തേങ്ങാപ്പീര ചേർത്താൽ മതിയാകും. തേങ്ങാപ്പീരയുടെ കൂട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബീൻസ് ആദ്യം ഒന്ന് വാട്ടിച്ച് കൊടുക്കുന്നത്. കാരണം നന്നായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബീൻസ് വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബീൻസ് ആദ്യം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം തേങ്ങാപ്പീര ചേർക്കുന്നതാണ് നമ്മുടെ തോരത്തിന് എപ്പോഴും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ബീൻസ് നന്നായിട്ട് വാടി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പീര അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്ത പീരയാണ് കേട്ടോ. ജീരകമൊക്കെ ഒന്ന് കടിക്കണം, അതേ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മതിയാകും. നേരത്തെ നമ്മൾ ബീൻസ് വാട്ടിയെടുക്കാനായിട്ട് ഉപ്പ് ചേർത്തായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ബീൻസ് ഇപ്പോൾ ഒന്ന് വാടിയത് കൊണ്ട് തന്നെ നമുക്കിനി അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ബീൻസ് ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുപ്പിളക്കി നോക്കിയിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി അരപ്പിൻ്റെ മണമെല്ലാം നന്നായിട്ട് മാറി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഈ തോരനൊക്കെ പറയുന്നത് ബീൻസ് ബീട്രൂട്ടൊക്കെ ഒരുപാടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചക്കറിയുടെ ഗുണമെല്ലാം മാറും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഒന്നും ഇങ്ങനെ വാടി ഇത് വരുമ്പോൾ കഴിക്കുന്നതാണ് ആ തോരനൊക്കെ എപ്പോഴും ടേസ്റ്റ്. ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. ബീൻസിൻ്റെ തോരൻ വളരെയധികം വൈറ്റമിൻസ് ഒക്കെ ചേർന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടുവല്ലോ എത്ര പെട്ടെന്നാണ് രുചികരമായിട്ടുള്ള ഒരു ബീൻസ് തോരൻ നമ്മൾ തയ്യാറാക്കിയത്. ഇതേ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മനോഹരമായ മറ്റൊരു റെസിപ്പിയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.